അപ്പോൾ ഇത്തവണത്തെ റിസൾട്ട് കേരളത്തിൽ മൊത്തം UDF നല്ലൊരു കുതിച്ചുചാട്ടം ഉണ്ടായി. അടുത്ത ഗവൺമെൻറ് UDF ആണെന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് ഇന്നുണ്ടായിട്ടുള്ളത്. നഗരസഭകളിൽ CPM ആകെ ചെറിയ ഒരു ലീഡെന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഏത് നേരത്തെ മാറി മറിയാൻ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ UDF നല്ല ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ലൊരു കുതിച്ചുചാട്ടം UDF ഉണ്ടായി. അടുത്ത ഗവൺമെൻറ് UDF ആയിരിക്കുമെന്ന് തെളിയിക്കുന്ന ഒരു തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായി. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ഈ CPM BJPയും PM ശ്രീയിലൊക്കെ ഒപ്പിട്ടോടുകൂടെ BJP തൊട്ടുകൂടാത്തവരല്ല എന്നൊരു ഫീലിംഗ് CPMകാർക്കുണ്ടായി. അതിൻ്റെ ഒരു ഫലമാണ് ഇവിടെ BJPക്ക് ഏതാണ്ട് കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത്. പക്ഷേ UDF പ്രകടനം മോശമല്ല. രണ്ട് മല്ലന്മാർക്കിടയിൽ നന്നായി പിടിച്ചു നിൽക്കാൻ UDF തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട്, കോർപ്പറേഷനിൽ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തിനേക്കാൾ ഇരട്ടി സീറ്റ് ഇത്തവണ വിജയിച്ചു. അപ്പോൾ ഈ BJPയുടെ ഒരു വിജയം താൽക്കാലികമാണ്. അവർ പറഞ്ഞ ഒരു കാര്യം ഇവിടെ നടപ്പാക്കാൻ അവർക്ക് കഴിയില്ല. ഏതായാലും UDF ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി ഞങ്ങൾ പ്രവർത്തിക്കും. ഞാൻ പറയാം, സർക്കാർ പറ്റിക്കുന്ന സർക്കാരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ജനങ്ങളെ പറ്റിക്കാൻ നോക്കി. അതായത് ഏപ്രിൽ വരെ മാത്രം ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് സഹകരണ സ്ഥാപനങ്ങളുടെ എക്സസ് ഫണ്ട് വാങ്ങി. ഇതൊക്കെ ജനത്തിനറിയാം. ജനം പത്രം വായിക്കുന്നവരും TV കാണുന്നവരുമാണ്. അതുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയപ്പോൾ ജനങ്ങൾ നല്ല വൃത്തിയായി പിണറായിനെ പറ്റിച്ചു. അതാണ് ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.